അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മറ്റു ജില്ല, മണ്ഡലം, പഞ്ചായത്ത്, വാർഡ് ഭാരവാഹികളെ, മറ്റു സദസ്സിൽ കൂടിയ എല്ലാ എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിയരെ, ഈ മൊമെൻ്റോ ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ പ്രിയ വിദ്യാർത്ഥിനികളെ, നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. സംസ്ഥാന തലത്തിൽ ഒരു മുസ്ലിം ലീഗ് ഒരു ആഹ്വാനം നമ്മളോട് നിർവഹിച്ചപ്പോൾ, ലീഗ് സഭ എന്ന ഒരു ആഹ്വാനം നമുക്ക് നിർവഹിക്കാൻ തന്നപ്പോൾ, അത് സംസ്ഥാന ലെവലിലല്ല, മണ്ഡല ലെവലിലല്ല, ജില്ലാ ലെവലിലല്ല, മണ്ഡല ലെവലിലല്ല, പഞ്ചായത്ത് ലെവലിലല്ല, വാർഡ് ലെവലിൽ നമ്മൾക്ക് നടത്താൻ കഴിയും, നല്ല അതിവിപുലമായി നടത്താൻ തന്നെ കഴിയും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോരുടെയും മുഖത്ത് കാണുന്ന എക്സ്പ്രഷനിലെ നമുക്ക് കാണുന്നത്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഒരു തണൽ തരുന്ന ഒരു വൃക്ഷമാണ്. ആ വൃക്ഷം ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും നമ്മളെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചെറിയ സാധാരണക്കാരായ വാർഡിലെ നമ്മുടെ പ്രിയ മെമ്പർമാരോട് നമുക്കൊരു ലീഗ് സഭ വെക്കാനുണ്ട്, അതിനെ എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ, മാഷാ അല്ലാഹ്, 1-2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ എല്ലാ പദ്ധതിക്കുള്ള ചെലവിനുള്ള എല്ലാ പരിപാടിയും സംഘടിപ്പിക്കാനുള്ള എല്ലാ ഒത്താശകളും നമ്മുടെ വാർഡിലെ തന്നെ സാധാരണക്കാർ അത് 500 രൂപയായാലും 1000 രൂപയായാലും തന്നെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഈ സഹായം നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഈ സഹായം നമ്മൾ ചാരിറ്റി പ്രവർത്തനത്തിൽ ചെയ്യുന്നില്ല പോലെ നമ്മൾ മുസ്ലിം ലീഗിലൂടെ ചാരിറ്റി പ്രവർത്തനം നടത്തുകയാണ്. എത്രയെത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ഇത് നമുക്കൊരു ക്ലാസ്, നാളേക്ക് വേണ്ടിയുള്ള, പരലോകത്തേക്ക് വേണ്ടിയുള്ള, ഇന്ത്യൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള, പ്രസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ്. ആ ക്ലാസ്സിൽ കേട്ട് ഒരാൾ നന്നായാൽ അത് പരലോകത്തിൽ നമ്മൾ നന്നായ പോലെ അത് പരിപാടി സംഘടിപ്പിച്ച വാർഡിലെ കമ്മിറ്റിക്കാർ അതിനൊരു പ്രോത്സാഹനം നൽകിയാൽ അവർക്കും ഒരു നാളേക്കുള്ള ഒരു പ്രതിഫലമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വൃക്ഷത്തണലിൽ നമുക്ക് ഉപദേശങ്ങൾ നൽകാൻ നമ്മുടെ സ്റ്റേറ്റ് മുതൽ പഞ്ചായത്ത്, വാർഡ് നേതാക്കന്മാരെ നമുക്കുണ്ട്. നമുക്ക് ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, നമ്മുടെ കീഴിലുള്ള പോഷക സംഘടനകളുണ്ട്. യൂത്ത് ലീഗും MSFും വനിതാ ലീഗും ഒക്കെയുണ്ട്. നമ്മുടെ തണൽ, 2 ചിറകളുടെ തണൽ KNCC എന്ന പ്രസ്ഥാനമുണ്ട്. നമ്മുടെ വലത് വശത്ത് നമ്മുടെ മലക്കുകൾ എഴുതുന്ന ഈ വലതുവശത്തിലെ കിതാബ് എഴുതുന്ന ചാരിറ്റി ചെയ്യുന്ന ഷിയാബ് തങ്ങൾ ചാരിറ്റി, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ കീഴിലല്ലാണ്ട് നമുക്ക് മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ കീഴിലും ചെയ്യാൻ പറ്റുകയില്ല. മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്താണെന്ന് ഇപ്പോഴത്തെ യുവാക്കൾക്കല്ല, കുട്ടികൾക്കും യുവാക്കൾക്കും യുവതികൾക്കും മനസ്സിലാവില്ല. ഈ പ്രസ്ഥാനം എവിടെ നിന്ന് തുടങ്ങി, എന്തിനു വേണ്ടി തുടങ്ങി, ആര് തുടങ്ങി അങ്ങനെയുള്ള ക്ലാസ്സൊക്കെ ഇവിടെ അവതരിപ്പിക്കും. അതിനു വേണ്ടിയുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ദീർഘമായി പ്രസംഗത്തിനൊന്നും ഇവിടെ നിൽക്കുന്നില്ല. എൻ്റെ കർത്തവ്യം എന്നത് സ്വാഗതം പറയുക എന്നതാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ വാർഡ് പ്രസിഡന്റ് PDA റഹ്മാൻ സാഹിബാണ്. PDA റഹ്മാൻ സാഹിബിനെ ഈ വേദിയിലേക്ക് ആദരമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കളക്ടർ
മാഹിനാജിയാണ്. മാഹിനാജിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിയിലുള്ള ഓരോ പേരെടുത്ത് പറയാതെ മണ്ഡലം ഭാരവാഹികളുണ്ട്. മുനീറാജി, മാഹിൻ ഖേലോട്ട്, മുസാബി ചെർക്കള തുടങ്ങി ഷാഹിന സലീം തുടങ്ങിയ അനവധി നേതാക്കളുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. ഈ നമ്മുടെ ലീഗ് സഭയിലേക്ക് വന്ന എല്ലാ ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് നേതാക്കന്മാരെയും ഈ വേദിയിൽ നമ്മൾ ക്ഷണിച്ചെത്തിയ എല്ലാ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെയും മറ്റു ട്രോഫി ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് PDA റഹ്മാൻ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.